നമസ്കാരം. ബോളിവുഡിലെ പ്രിയ താരദമ്പതികളാണ് ദീപിക പദുക്കോണും രൺവീർ സിംഗും. ഒരുമിച്ച് അഭിനയിക്കവേ പ്രണയത്തിലായ ദീപികയും രൺവീറും 2018 വിവാഹിതരാകുന്നത്. അടുത്തിടെയാണ് ഇരുവർക്കും പെൺകുഞ്ഞ് പിറന്നത്. സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ഇവർ ചർച്ചയാകാറുണ്ട്. സ്വഭാവത്തിൽ തീർത്തും വ്യത്യസ്തരാണ് ദീപികയും രൺവീറും. എപ്പോഴും ഊർജ്ജസ്വലരായാണ് രൺവീറിനെ പൊതുവേദികളിൽ കാണാറുള്ളത്. ദീപിക പൊതുവെ ശാന്തപ്രകൃതയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ആകെ ഇളക്കി മറിച്ചത് ബോളിവുഡിലെ പവർ കപ്പിളായ ദീപിക പദുക്കോണിന്റെയും രൺവീർ സിംഗിന്റെയും ഒരു പോസ്റ്ററാണ്. വീണ്ടും താൻ ഗർഭിണിയാണെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണെന്നുമാണ് താരദമ്പതികൾ അറിയിച്ചത്. പ്രഗ്നൻസി ടെസ്റ്റ് സ്ട്രിപ്പ് പിടിച്ച് നിൽക്കുന്ന മകൾ ദുവ സിംഗിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഇരുവരും സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത്. മറ്റു ക്യാപ്ഷനുകളോ നീണ്ട കുറിപ്പുകളോ ഉണ്ടായിരുന്നില്ല. പകരം 2 ഈവിൾ ഐ ഇമോജികൾ മാത്രമായിരുന്നു ക്യാപ്ഷൻ. മകൾ ദുവയുടെ മുഖത്തിന്റെ പാതി ഭാഗവും കൈകളും മാത്രമേ ഫോട്ടോയിൽ കാണാൻ സാധിക്കൂ. പോസ്റ്റ് നിമിഷനേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകെ കത്തിപ്പടർന്നു. പോസ്റ്റിന് താരങ്ങളുടെ ആരാധകരിൽ നിന്നും അഭ്യുതകാംക്ഷികളിൽ നിന്നും വേണ്ടപ്പെട്ട സഹപ്രവർത്തകരിൽ നിന്നും പ്രതികരണങ്ങൾ ലഭിച്ചു. കിയാര അദ്വാനി, പരിനീതി ചോപ്ര, സുനിൽ ഗ്രോവർ, ഭൂമി പെട്നേക്കർ, സാമന്ത റൂത്ത് പ്രഭു തുടങ്ങി നിരവധി താരദമ്പതികൾക്ക് ആശംസകളുമായി രംഗത്തെത്തി. സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന സന്ദേശങ്ങളുടെ പ്രവാഹമായിരുന്നു. എല്ലാവരും ദീപികയ്ക്കും രൺവീറിനും ആശംസകൾ നേർന്നപ്പോൾ മറ്റു ചിലർ അറപ്പുളവാക്കുന്ന കമന്റുകൾ കുറിക്കുകയാണ് ചെയ്തത്. അതിലേറെയും ദുവയെക്കുറിച്ചായിരുന്നു. ദുവയുടെ നിറമായിരുന്നു പലരുടെയും പ്രശ്നം. ഒരാൾ കുറിച്ചത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് കുഞ്ഞിന്റെ നിറം 2 മാതാപിതാക്കളിൽ നിന്നും ഇത്ര വ്യത്യസ്തമാകുന്നത് എന്നായിരുന്നു ആ കമന്റ്. രൺവീറിന്റെയും ദീപികയുടെയും വീറ്റിഷ് കളർ ദുവയ്ക്ക് കിട്ടിയിട്ടില്ലെന്നും കുഞ്ഞിന് ഇരുനിറമാണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുമാണ് ചിലർ കുറിച്ചത്. കഷ്ടിച്ച് 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നിറത്തിന്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തിയത് നെറ്റിസൺസിൽ പലരും അതൃപ്തി ഉണ്ടാക്കി. അറപ്പുളവാക്കുന്ന കമന്റ്: നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യക്കാർ തൊലിയുടെ നിറത്തോട് വളരെയധികം ആഭിമുഖ്യം കാണിക്കുന്നു. ഇത് മാറ്റേണ്ടതല്ലേ? ഇത്തരം കമന്റുകളും സോഷ്യൽ ഓഡിറ്റുകളും നടക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് താരങ്ങൾ കുഞ്ഞുങ്ങളുടെ മുഖം വെളിപ്പെടുത്താത്തതും സമൂഹത്തിൽ നിന്നും ഒരു കാലം വരെ മറച്ചുപിടിക്കുന്നതും. ഇത് വടക്കേ ഇന്ത്യക്കാരിൽ മാത്രം കണ്ടുവരുന്ന ചിന്താഗതിയല്ല. നിറത്തിന്റെ പേരിൽ ബോഡി ഷേമിംഗ് ചെയ്യുന്നവർ ഉണ്ടെന്നത് ഒരു പാൻ ഇന്ത്യൻ പ്രശ്നമാണ്. പ്രാദേശിക സിനിമകൾ നോക്കൂ, നായികമാരെ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു കുഞ്ഞിന്റെ നിറത്തിനെ പരിഹസിച്ചവർക്ക് എതിരെ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ. കുട്ടിയുടെ നിറം അവരുടെ മാതാപിതാക്കളുടെ നിറത്തിന് സമാനമായിരിക്കണമല്ലേ? അതാണ് ജനിതകശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രതിഭാസം. ഒരു കുട്ടി പിറന്നാൽ ഒന്നുകിൽ മാതാപിതാക്കളെ പോലെ ആയിരിക്കണം. നിറവും അതിൽ ഉൾപ്പെടുന്നു. ജനിതകശാസ്ത്രം തള്ളിക്കളയാനാവില്ലെന്ന് അഭിപ്രായ പ്രകടനം നടത്തിയവരുമുണ്ട്. ദീപികയുടെയും രൺവീറിന്റെയും പഴയകാല ഫോട്ടോകൾ തെളിവായി കൊണ്ടുവന്ന് ദുബൈക്ക് വേണ്ടി വാദിച്ച ആരാധകരുമുണ്ട്. 2024 സെപ്റ്റംബർ 8 ദീപിക പദുക്കോണിനും രൺവീർ സിംഗിനും മകൾ ദുവ പിറന്നത്. ഒരു വർഷത്തിനു ശേഷം ദീപാവലി നാളിലാണ് മകളുടെ ചിത്രങ്ങൾ ആദ്യമായി താരദമ്പതികൾ ലോകത്തെ കാണിച്ചത്. അമ്മയുടെ കൈകളിലിരുന്ന് പുഞ്ചിരി തൂവുന്ന കുഞ്ഞ് ദുവയുടെ ചിത്രങ്ങൾ അന്ന് വൈറലായി മാറിയിരുന്നു. മകളുമായി എവിടെയും ഇരുവരും പ്രത്യക്ഷപ്പെടാറില്ല. വർഷങ്ങളായി പ്രണയത്തിലായിരുന്ന ദീപികയും രൺവീറും 2018 ഇറ്റലിയിൽ വെച്ചാണ് വിവാഹിതരായത്. 2024 ദുവ കൂടി വന്നതോടെ കുടുംബം വലുതായി. മാതൃത്വത്തെക്കുറിച്ചുള്ള തന്റെ ചിന്തകൾ ദീപിക ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. പുതിയ അമ്മമാർ അനുഭവിക്കുന്ന കുറ്റബോധത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ദീപിക റീപോസ്റ്റ് ചെയ്തതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം 6 വർഷത്തെ പ്രണയത്തിന്റെ ശേഷം 2018 രൺവീറും ദീപികയും വിവാഹിതരായത്. ഇറ്റലിയിലെ ലേക്ക് കോമോയിൽ വെച്ചായിരുന്നു വിവാഹം. 2024 സെപ്റ്റംബർ 8 ആദ്യ കുഞ്ഞ് ജനിച്ചത്. ദുവ എന്നാണ് മകളുടെ പേര്. സിനിമയിലേക്ക് വരുമ്പോൾ ഷാറൂഖ് ഖാൻ ചിത്രം കിങ്, അല്ലു അർജുൻ നായകനായ രാഖ എന്നിവയാണ് ദീപികയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ. ഒരു അമ്മ എന്ന നിലയിലെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായി ജോലിഭാരം കുറയ്ക്കുന്നതിന് ദീപിക ഇപ്പോൾ മുൻഗണന നൽകുന്നുണ്ട്. 8 മണിക്കൂർ ഷിഫ്റ്റ് എന്ന തന്റെ നിബന്ധന നിർമ്മാതാക്കൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ ആക്ഷൻ ത്രില്ലർ സ്പിരിറ്റ്, നാഗ് അശ്വിന്റെ കൽക്കി 2898 AD പാർട്ട് 2 എന്നീ ബിഗ് ബജറ്റ് ചിത്രങ്ങളിൽ നിന്ന് ദീപിക പിന്മാറിയതാണ് റിപ്പോർട്ടുകൾ. അതേസമയം രൺവീർ സിംഗ് തന്റെ കരിയറിന്റെ സുവർണ്ണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ ആദിത്യ ധറിന്റെ സ്പൈ ത്രില്ലർ സീരീസായ ദുരന്തറിലെ 2 ഭാഗങ്ങളിലൂടെ അദ്ദേഹം 2 വമ്പൻ വിജയങ്ങളാണ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം ഇന്ത്യയിൽ നിന്ന് 890 കോടി രൂപയും ആഗോളതലത്തിൽ 1300 കോടി രൂപയും നേടിയിരുന്നു. ദുരന്തറിന്റെ 2ാം ഭാഗമായ ദുരന്തർ ദ റിവെഞ്ച് ഇന്ത്യയിൽ 1300 കോടിയിലധികം രൂപ നേടി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഹിന്ദി ചിത്രമായി മാറി. ആഗോളതലത്തിൽ 1784 കോടി രൂപയിലധികം നേടി എക്കാലത്തെയും മികച്ച 3ാമത്തെ ഇന്ത്യൻ ചിത്രം എന്ന നേട്ടവും ഈ ചിത്രം കൈവരിച്ചു. എന്തായാലും ബോളിവുഡിന്റെ താരറാണി ദീപിക പദുക്കോൺ സിനിമയിൽ നിന്നുമുള്ള ഒരു ചെറിയ ഇടവേള ആസ്വദിക്കുകയാണ്. മകൾ ദുവയുടെ ജനനത്തിനു ശേഷം ദീപികയും രൺവീറും കൂടുതൽ സമയം മാറ്റിവെക്കുന്നത് കുഞ്ഞിനോടൊപ്പം ചെലവഴിക്കാനാണ്. ഇതിനായി ഏറ്റെടുക്കുന്ന സിനിമകളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് താരദമ്പതികൾ. എന്നാൽ ഈയിടെ മേരി ക്ലെയറിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അതീവ ശ്രദ്ധ കുഞ്ഞിന് മാത്രം പോരാ, അമ്മയ്ക്ക് കൂടി ആവശ്യമാണെന്ന് ദീപിക തുറന്നു പറഞ്ഞിരിക്കുകയാണ്. മകൾക്ക് പേരിടാൻ വൈകിയതിന് കാരണവും നടി വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു. കഠിനമായ ഗർഭകാലം തരണം ചെയ്തത് എങ്ങനെയാണെന്നും ദീപിക പറയുകയുണ്ടായി.
മേരി ക്ലെയറിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ തന്റെ അതികഠിനമായിരുന്ന ഗർഭകാലത്തെക്കുറിച്ച് ദീപിക പദുക്കോൺ വെളിപ്പെടുത്തിയത് ഇങ്ങനെ: പ്രത്യേകിച്ച് അവസാനത്തെ 2 മാസങ്ങൾ വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. ഒരു പതിറ്റാണ്ടായി ഡിപ്രഷൻ നേരിടുന്ന നടി മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നും തുറന്നു സംസാരിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്. മാതൃത്വത്തെക്കുറിച്ചും അതിനോടൊപ്പം സംഭവിക്കുന്ന പോസ്റ്റ്മോർട്ടം പ്രശ്നങ്ങളെക്കുറിച്ചും നല്ല ധാരണ ഉള്ളതിനാൽ ഗർഭിണിയാണെന്ന് പറഞ്ഞത് മുതൽ സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല എന്ന് ദീപിക പറയുന്നു. ശരീരത്തിൽ കൃത്യമായ അളവിൽ ജലാംശം നിലനിർത്തുക എന്നതാണ് അതിനായി പ്രധാനമായി നടി പിന്തുടർന്നു വന്നത്. ഓരോ ദിവസവും കുറഞ്ഞത് 3 ലിറ്റർ വെള്ളം കുടിച്ചിരുന്നു. അത് കൃത്യമായ ഇടവേളകളിൽ തന്നെ ഓർമ്മപ്പെടുത്താൻ തന്റെ ടീം അംഗങ്ങളെയും കുടുംബത്തെയും നടി ചുമതലപ്പെടുത്തിയിരുന്നു. കൃത്യമായി വെള്ളം കുടിക്കാത്ത ദിവസങ്ങളിൽ രാത്രി ഉറക്കത്തിന് മുൻപേ ആ കുറവ് പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ചെറിയ കാര്യമെന്ന് തോന്നുമെങ്കിലും ഈ ചിട്ട വലിയ തോതിൽ ആരോഗ്യത്തിന് ഗുണം ചെയ്തു. ഒപ്പം തന്നെ കൃത്യമായ യോഗാഭ്യാസവും ചെറിയ വ്യായാമങ്ങളും ചെയ്തിരുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സപ്പോർട്ടാണ് ദീപികയ്ക്ക് കഷ്ടതകൾ നിറഞ്ഞ ഗർഭകാലത്തെ തരണം ചെയ്യാൻ ഏറ്റവും സഹായകമായത്. ദുവ പദുക്കോൺ സിംഗ് എന്ന മകളുടെ പേര് വെളിപ്പെടുത്താൻ ദീപികയും രൺവീറും തിരക്ക് കൂട്ടിയിരുന്നില്ല. കുഞ്ഞ് ജനിച്ചയുടൻ പേര് വെളിപ്പെടുത്തുന്ന പുതിയ രീതിയോട് തങ്ങൾക്ക് വിയോജിപ്പായിരുന്നു എന്നാണ് മേരി ക്ലെയറിന് നൽകിയ അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയത്. മകൾക്ക് പേരിടാൻ വൈകിയതിന് വലിയൊരു കാരണമുണ്ട്. കുഞ്ഞ് ജനിച്ച് അവളെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ ശേഷം അവൾക്ക് ഏറ്റവും ചേരുന്ന ഒരു പേരിടണമെന്നായിരുന്നു രൺവീറിന്റെയും ദീപികയുടെയും തീരുമാനം. സാഹിത്യത്തിലും സംഗീതത്തിലും അതിയായി താല്പര്യമുള്ള ദീപികയാണ് പ്രാർത്ഥന എന്ന് അർത്ഥം വരുന്ന ദുവ എന്ന പേര് മകൾക്കായി കണ്ടെത്തിയത്. തന്റെയും ഭർത്താവ് രൺവീർ സിംഗിന്റെയും പ്രശസ്തിയുടെ നിഴലിൽ നിന്ന് മാറ്റി നിർത്തി മകളെ വളർത്താനാണ് ദീപിക പദുക്കോൺ ആഗ്രഹിക്കുന്നത്. ദുവയുടെ മുഖം എവിടെയും വെളിപ്പെടുത്താൻ തൽക്കാലം തങ്ങൾ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞ നടി അവളുടെ സ്വകാര്യതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് കൂട്ടിച്ചേർത്തു. അതിന് ഏറ്റവും നല്ല മാർഗം മകൾ വളർന്നു വലുതാവുന്നതുവരെ അവളെ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ണുകളിൽ നിന്ന് മറച്ചു പിടിക്കുക എന്നതാണ്. എന്തായാലും ദീപികയുടെ ഈ വെളിപ്പെടുത്തൽ താരദമ്പതികളുടെ ആരാധകരെ കടുത്ത നിരാശയിലാണ് ആക്കിയത്.